ഹലോ ഫ്രണ്ട്സ്, ദ മ്യൂസിക് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, ടർക്കിഷ് മന്തി എന്ന് പറയുന്ന ഹോട്ടൽ തന്നെ, എന്ത് തേങ്ങയെങ്കിലും അവിടെ അവിടെയാണ് നമുക്ക് ഇന്ന് വർക്ക് വന്നേക്കുന്നത്. ഒരു 5 ക്യാമറ, 5 അല്ല 6 ക്യാമറ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്നെ പോലെയുള്ള സ്റ്റാഫുകളായിട്ടുള്ള 3 പേരുണ്ട്. ഞങ്ങളടക്കം 3 പേരിടാ, ഞാനടക്കം 3 പേര് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫിറ്റിങ്സ് ഒക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ആദ്യം അവിടെ വയറൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റ് ചെയ്യണതിൻ്റെ നേരെ പുറകിലെ ഭാഗമാണിത്. അവിടെ അവർ തീ കത്തിക്കാനായിട്ട് വെച്ചേക്കണം ഒരു സെറ്റപ്പ് ഉണ്ട്. കനലിലേക്ക് തീ കത്തിച്ചിട്ട് അതിലേക്ക് ഇലക്ട്രിക് ഫാൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു കാറ്റ് കാരണം തീ നല്ല രീതിയിൽ ആളിക്കത്തും. നമ്മൾ കേട്ടിട്ടില്ലേ, ശരിക്കും തീ കത്താനായിട്ട് വേണ്ടത് ഓക്സിജൻ. ആ ഓക്സിജൻ്റെ അളവ് കൂടുതൽ കൊടുക്കും തോറും തീ നല്ല രീതിയിൽ തന്നെ ആളി കത്തിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു മതിലല്ല, ആ ഒരു ഷീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ വയർ എന്ന് പറയുന്നത് വളരെ അലമ്പായി കിടക്കായിരുന്നു. ഈ എന്താ പറയുക, അവിടുത്തെ DBയും കാര്യങ്ങളും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ HDMI കോഡൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ക്യാമറയിൽ വരുന്ന വിഷ്വൽസൊക്കെ അത്ര ക്ലിയർ ആയിരുന്നില്ല. പിന്നെ നമ്മൾ അവിടേക്ക് വയർ വലിച്ചതെല്ലാം പുതിയ വയർ ഇട്ടിട്ടാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് കുറച്ച് വയറുകൾ വെറുതെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ ഒരു വയറിംഗ് ഒക്കെ കണ്ട നല്ല പ്രോപ്പറായിട്ട് എന്ത് ഭംഗിയായിട്ട് ആ ഒരു സെറ്റ് ചെയ്തേക്കണെന്ന് നോക്കി. നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഏകദേശം ഒരു 8-9 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ക്യാമറയുടെ ഫീൽഡിൽ തന്നെ ഈ ഒരു ഇക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കൊടുത്തിരുന്ന വയർ കണക്ഷൻസ് എല്ലാം വളരെ മോശമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ വേണ്ട കവറിങ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മാറ്റേണ്ട വയറൊക്കെ മാറ്റിയിട്ടു. പിന്നെ വെറുതെ 2-3 വയറൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാം സെറ്റാക്കിയത് നല്ല ടേപ്പ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് തന്നെ ആ ഒരു ജോലി നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും തിരക്കായിട്ടാണ്. ഇതാണ് നിസാർക്ക. ആളെൻ്റെ അയൽവക്കമുണ്ട്. കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് ആ ഒരു ഭാഗത്താണ് പുള്ളിയുടെ വീടെന്ന് പറയുന്നത്. എൻ്റെ നേരെ ഇക്കരയാണ്. എൻ്റെ വീട് ഇക്കരയാണ്. മനക്കപ്പടി എന്ന് പറയും ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. കരുമാറൂർ ഗ്രാമപഞ്ചായത്ത്. ഇക്കയുടെ വീട് നേരെ അപ്പുറം കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണ്ട. ക്യാമറ എല്ലാം ഇപ്പം നല്ല ക്ലാരിറ്റിയാണ്. മറ്റേന്ന് പറയുന്നത് VGA കേബിളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നുകൊണ്ട് ക്യാമറ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വെട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ടർക്കിഷ് മന്തിയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മുടെ ജോലി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ചാനൽ